അനുമോൾ ഒരാവശ്യമില്ലാതെ പടച്ചു വിട്ട ഒരു അമ്പിനെയാണ് ഷാനവാസ് പിടിച്ചെടുത്തിട്ട് ഷാനവാസ് അത് വെച്ചിട്ട് എന്നെ ആ സമയത്ത് അത് പറയണം. ഷാനവാസ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഒരുപക്ഷെ മുഖത്തോട് അടുത്ത് വരെ എത്തി നിൽക്കുന്നു, നീ ആരടാന്ന് വരെ ഞാൻ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. തിരിച്ചു എന്നെ ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് പറയുന്നു, അപ്പ നീ നിൻ്റെ ബഹളം നിർത്ത്, നീ ഇത് നിർത്തുമെന്ന് പറയുമ്പോഴും ഞാൻ പലപ്പോഴും പല വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തുമ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് നോക്കാം, എന്താണ് കാര്യം എന്താണെന്ന് ഞാൻ അക്ബറിനോട് ചോദിച്ചതാ. ഷാനവാസ്ക്ക് പെട്ടെന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് അനുമോള് പടച്ചു വിട്ട ഒരു അമ്പാണത്. അല്ലടാ നീ എന്നെ വന്ന അന്ന് മുതൽ എനിക്കെതിരെ പുള്ളി അങ്ങനെയൊക്കെ ചിന്തിക്കുക, മനസ്സിലായോ? അപ്പം ഞാൻ പിന്നെ അവസാനം ഞാൻ സഖയായിട്ട് ഞാൻ പറഞ്ഞു, താൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കും, നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരിച്ചതിനപ്പുറം പറയും. ഇത് ഇക്കൊക്കെ ഇത് ഭയങ്കരമായി ഒരു വൈരാഗ്യം പോലെ ആയിപ്പോയി. ഷാനവാസ്ക്ക് എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും എന്നെ പിന്നെ അങ്ങനെ കാണുന്നുള്ളൂ. അക്ബറും ഷാനവാസ്ക്കും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ എനിക്ക് രണ്ട് പക്ഷത്ത് നിൽക്കുകയും വേണം, എനിക്ക് അക്ബറിനെയും ഈ പ്രശ്നത്തിൽ നിന്ന് സോൾവ് ആക്കുകയും വേണം. ഈ ഷാനവാസ്ക്ക് അപ്പോൾ എൻ്റെ നോർമലി എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, പുള്ളിക്കാരൻ വേണ്ട ഗ്രൂപ്പാണ് എന്നാൽ ഈ പുള്ളിയെടുത്ത് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ്, ഒടുക്കത്തെ ബഹുമാനമാണ് പുള്ളി. എനിക്ക് ലക്ഷ്മിയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, എനിക്കിത് എങ്ങനെ വരൂല്ലെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ വലിയ ബോണ്ടിങ് ഇല്ല. എന്ത് ബോണ്ടിങ്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്കൊന്ന് അന്ന് വേറൊരു കോൺടെസ്റ്റൻ്റ് ഔട്ടായ സമയത്ത് സരിക ചേച്ചിയാണോ ആണോ ഒന്ന് വൈഫിൻ്റെ അടുത്തൊന്ന് പോകണം കേട്ടോ, ഒന്ന് പോയി അവരുടെ അടുത്തൊന്ന് പറയണം എന്ന്. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞോളാം, അതൊരു മൈൻഡിൽ അതങ്ങനെ വന്നെങ്കിൽ. അത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ എഴുന്നിട്ട് എല്ലാവരോടും നമ്മൾ ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇന്നിപ്പം പറയും, നമ്മൾ തമാശയ്ക്ക് പറയൂലേ, എടാ വെള്ളിയാഴ്ച ദിവസമായി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. കൂടുതലും പറഞ്ഞാൽ ഞാനും അക്ബറും നമ്മൾ അത്രയും ഫ്രണ്ട് സർക്കിളിലുള്ള മാത്രമേ അങ്ങനെ സംസാരിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ സംസാരിക്കും, ഡ്രസ്സൊക്കെ റെഡിയായി നിന്നോ, എടാ വീട്ടിൽ പോയിട്ടെ നമ്മൾ അന്വേഷണം പറഞ്ഞ കേട്ടോ എടുത്ത് അങ്ങനെ. അപ്പം തിരിച്ചു ഇങ്ങോട്ടും പറയും, അത് ഞാൻ പോകണല്ലോ, നീ അപ്പം നേരത്തെ പോകാൻ തീരുമാനിച്ചോ. ഇത് ഞങ്ങളുടെ ഇടയിൽ ഈ കൗണ്ടർ എപ്പോഴും ഉണ്ട്. അപ്പോൾ സരിക ചേച്ചി രാവിലെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് പോകാമല്ലോ, ചേച്ചി വീട്ടിൽ പോകുമ്പോൾ രേഷ്മ ഒന്ന് അന്വേഷിച്ചെന്ന് പറയണം, കാഷ്വലി. ഇത് പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ചിരിച്ചു വിട്ടു. അതാണ് സ്റ്റേജിൽ വന്നപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഞാൻ ചേച്ചി എന്ന് വിളിച്ചപ്പോൾ തന്നെ ആടാ ഞാൻ വൈഫിനോട് അന്വേഷിച്ചു, അതൊക്കെ ഒരു ഫണ്ണായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യമാണ് നോട്ട് ചെയ്തത്, എനിക്കൊന്ന് നൈറ്റിലെങ്ങാണ്ട് നടന്നൊരു ഇതുണ്ടായിരുന്നല്ലോ ഷാനവാസും ഒക്കെ ആയിട്ട് നിങ്ങൾ. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തിനും പ്രതികരിക്കുന്നൊരു വ്യക്തി, പക്ഷേ അപ്പോൾ അവിടെ ഒന്ന് കാം ഡൗൺ ആയിട്ട് വളരെ കാമായിട്ട് ഷാനവാസിനെ എടുക്കുക ചെന്നിട്ട് എന്താ പ്രശ്നം അല്ലെ അധികം ദേഷ്യപ്പെടാതെ അവിടെ ഡീൽ ചെയ്തു. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഷോ തുടങ്ങി പിറ്റേ ദിവസം ഒന്നാമത്തെ കാര്യം ഷാനവാസിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് ബിഗ് ബോസിനുള്ളിൽ എന്തോ കാണിക്കുന്നു എന്നൊന്നല്ല, എനിക്ക് നേരത്തെ പരിചയമുണ്ട്. നേരത്തെ എനിക്ക് ആളെ പരിചയമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹം. ഞങ്ങളൊരു കഥയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതിനൊക്കെ ശേഷം ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴും സ്വാഭാവികമായിട്ടും ഞാനിവിടെ നിന്ന് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ പോലും എനിക്കറിയാം ഞാനുമായിട്ട് അടുക്കാൻ പോകുന്ന ആള് ഷാനവാസൊക്കെ ആയിരിക്കും. ഓൾറെഡി അത് മൈൻഡിലുണ്ട്, എൻ്റെ മൈൻഡിലുണ്ട്. കാരണം ഷാനവാസൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇക്ക ഉണ്ട് എനിക്ക് എന്നുള്ള ഒരു ഇതുണ്ട്. എൻ്റെ വൈഫും ഷാനവാസൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അറിയാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഞാൻ ഷോയ്ക്കുള്ളിൽ പോയി നമ്മൾ ഷോ തുടങ്ങി, ഈ ടാസ്കുകൾ ആരംഭിച്ച സമയത്ത് ഷാനവാസൊക്കെയാണ് ആദ്യം പുറത്ത് കിടക്കുന്നത്, ഈ പുറന്തള്ളൽ ടാസ്ക്. അപ്പോൾ ഈ ടാസ്കിൽ ഷാനവാസൊക്കെ ഉണ്ട്, ബിൻസി ഉണ്ട്, ഷൈത്യയുണ്ട്. അപ്പം ഞാൻ ടാസ്ക് എന്ന് വെച്ചാൽ ഇതിൽ ആരെങ്കിലും ഒരാൾ ഔട്ടാക്കുക എന്നുള്ളതാണ് ഗെയിം. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഷാനവാസൊക്കെ ഔട്ടാക്കണം. കാര്യം എന്താണ്, ഷാനവാസൊക്കെ നന്നായിട്ട് ഉറങ്ങും, പുള്ളി നല്ല ഞാനും പുള്ളി ഒരു ബെഡിലാണ് കിടക്കണം, ആ സമയത്ത് ഒരു കട്ടിലാണ് കിടക്കണം. ഷാനവാസൊക്കെ കിടന്ന അപ്പോൾ ഉറങ്ങുന്ന ആളാണ്. ടാസ്ക് എന്താണ്, കട്ടിൽ ഉറങ്ങുന്ന ആളെ എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുക, ഔട്ടാക്കാൻ പറ്റും. അപ്പം ഷാനവാസക്ക് ഓൾറെഡി ഇത്രയും നല്ല സപ്പോർട്ടുള്ളൊരു ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരാളാണ് ആര്, ഷാനവാസക്ക്. അപ്പോൾ ഷാനവാസക്ക് ഔട്ട് ആവണ്ടേ,
സാധാരണ എല്ലാവരും ഗെയിം ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ സ്ട്രോങ് എതിരാളി അത് ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഷാനവാസിക്ക് തന്നെ ഔട്ടാക്കാം, ഷാനവാസിക്ക് കട്ടിൽ കിടക്കുകയാണ്. ഇനിയിപ്പം പിന്നെ ഷാനവാസിക്ക് പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ഔട്ട് ആവത്തുമില്ല. പെട്ടെന്നൊന്നും ഫസ്റ്റ് ഇതിലൊന്നും ഷാനവാസിക്ക് അങ്ങനെ ഷോയിൽ നിന്ന് ഔട്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ ഉണ്ട്, എനിക്കും ഉണ്ട്. അങ്ങനെ ഞാൻ നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുക ആരാ അക്ബർ സാറ്. എന്തായിരുന്നു ചിന്തിക്കണേ? അല്ല അക്ബറേ, ഞാൻ വിചാരിച്ചു ഇതുണ്ടോ, ഇതിങ്ങനെയാണ് സംഭവം. ഷാനവാസിക്ക് നിന്ന് ഔട്ടാക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും. അപ്പം ഇവനും അതാ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കണേ. അക്ബർ അതല്ലേ ഞാൻ പറയണേ, നമുക്ക് ചെയ്യാം. രാത്രിയായി, പുള്ളീനെ നമ്മൾ രണ്ടുപേരും കൂടി ഔട്ടാക്കാൻ ശ്രമിക്കണം. സത്യം പറഞ്ഞ ശംഭു ബ്രോ, ഇത് തമാശയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ചിരിച്ച് ആ 2 ദിവസം ഞാനും അക്ബർ ചിരിച്ചു പോയി. കാരണം പുള്ളി ഞങ്ങൾ ഔട്ടാക്കിയില്ലെങ്കിലും വെറുതെയെങ്കിലും അവിടെ പോയിട്ട് കാലുകൊണ്ട് 2 അടി അടിച്ചാൽ തന്നെ എല്ലാവരും ചാടി എഴുന്നേറ്റ് ജിസയിലൊക്കെ ഷാനവാസിക്ക് മറ്റേ പ്രൊട്ടക്ഷൻ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ചിരി. ഇയാളാണെങ്കിലും നല്ല ഉറക്കം. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അക്ബർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പുള്ളി കുറേ ഗുളിയൊക്കെ കഴിക്കുന്ന ആളാണ്, പുള്ളിക്ക് എപ്പോഴും ഉറക്കം വരും, പുള്ളി എടുത്ത് മോശമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പം അന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ ശ്രമിച്ചു. പിറ്റേ ദിവസം ശൈത്യനെ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് കിടത്താൻ ശ്രമിച്ചു, ഔട്ടായില്ല. ഇത് ഇക്കയ്ക്ക് ഇത് ഭയങ്കരമായി ഒരു വൈരാഗ്യം പോലെ ആയിപ്പോയി. ഷാനവാസിക്ക് എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും എന്നെ പിന്നെ അങ്ങനെ കാണുന്നുള്ളൂ. അക്ബറുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാവുന്നു, സംസാരമാണെങ്കിൽ കൂടി ഞാനും അക്ബറും കൂടി ചേർന്ന് ഷാനവാസിക്കനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഇത് പറഞ്ഞ മൈൻഡിൽ കയറി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഷാനവാസിക്ക് എൻ്റെ അടുത്ത് എന്തോ നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് ഇഷ്ടമുണ്ട്. 1-2 തവണയായിട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, സംസാരങ്ങളും ടോക്കുകളും ഉണ്ടായി. ഞാൻ പല തവണയും ഞാനത് ക്ഷമിച്ച് കളഞ്ഞു പോയി. ഷാനവാസിക്കല്ലേ, പോട്ടെ. അക്ബറുമായിട്ട് ഭയങ്കര ഫൈറ്റ് കിടക്കുമ്പോൾ പോലും ഞാൻ വിഷയത്തിൽ ഇടപെടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്ന ഷാനവാസിക്ക, ഒനീൽ സാബു, നമ്മളെ അഭിലാഷ്, ഇവർ 3 പേരും ഒരു സമയത്ത് ഒരു എപ്പോഴും കൂട്ടായിട്ട് ഇത് കാണുമ്പോൾ നമ്മളും ആലോചിക്കും, ഇവരെന്തോ നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്യാണോ ഇനി. നമ്മളൊന്ന് ഉദ്ദേശിച്ചത് ഞാനും അക്ബർ ഒരുമിച്ച് സുഹൃത്തുക്കളാണെന്ന്, ഇവർ സുഹൃത്തുക്കളാണ്, ഞങ്ങളെ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു. പിന്നെ ഈ ഗെയിം ഷാനവാസിക്കനെ ഔട്ടാക്കാനായിട്ട് ഞാനും അക്ബറും കൂടി ഒരുമിച്ച് ശ്രമിക്കുന്നു. മനസ്സിലായി. അപ്പം ഇത് പറഞ്ഞ് ഇവർ തന്നെ ഓൾറെഡി ഷാനവാസിക്ക് തന്നെ പറയുന്നു, അപ്പാനിയും അക്ബറും 2 പേരും കൂടെ എന്നുള്ള സാധനം പറയുന്നു. ഇതൊരു ഗെയിമായിട്ട് കാണുന്നില്ല. ബിന്നി ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട് ഞങ്ങളെ, ഈ പുള്ളിക്കാരനെ എടുക്കാനായിട്ട്. ഇവരാരെയും പറയുന്നില്ല. അപ്പം ഇതിങ്ങനെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇതൊന്നും പൊട്ടിത്തെറിയായി. ഇതൊരു വലിയ പൊട്ടിത്തെറിയായിട്ട് ഷാനവാസിക്ക് ഞാനും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഒരുപക്ഷെ മുഖത്തോട് അടുത്ത് വരെ എത്തി നിൽക്കുന്ന നീ ആരടാന്ന് വരെ ഞാൻ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. തിരിച്ചു എന്നെയും. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര വിഷമം ഉണ്ടായി. അന്നത്തെ ആ ഒരു വിഷയം എനിക്കുണ്ടായി. എനിക്കുണ്ടായി. ഷാനവാസിക്ക് ആ വിഷമം ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജിസയിലും ആദിലയും എന്നോട് വന്ന് പറയുമ്പോഴാണ്. ഷാനവാസിക്ക് അപ്പാനിയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, നിങ്ങൾ തമ്മിൽ പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിൽ കൂടി അത് ഒരു പ്രശ്നമാക്കണ്ട, പരസ്പരം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്ക്. ആള് നിന്നെക്കുറിച്ച് എപ്പോഴും പറയാം. അക്ബർ പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുള്ളൂ, പക്ഷെ അപ്പാനി പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കും എന്ന് ഷാനവാസൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. പിന്നെ ഞാനും ഒരു 2nd വീക്ക് 3rd വീക്കിലൊക്കെ ആയപ്പോൾ ഞാനും ഈ പ്രശ്നങ്ങൾ എന്നുള്ളതിന്ന് മാറി ഒന്ന് റിലാക്സ് ആയിട്ട് ഗെയിം കളിക്കാം. ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് പറയുന്നു, അപ്പാനി നിന്റെ ബഹളം നിർത്ത്, നീ ഇത് നിർത്തുന്ന് പറയുമ്പോഴും ഞാൻ പലപ്പോഴും പല വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തുമ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് നോക്കാം, ഇത് എവിടെ വരെ പോകുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ രീതിക്ക് ടാസ്കുകൾ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ വരുമ്പോൾ, ഇപ്പോൾ സ്പോൺസർ ടാസ്ക് പോലുള്ള ടാസ്കുകൾ വരുമ്പോൾ കുറച്ചും കൂടി എനിക്ക് പെർഫോം ചെയ്ത് കയറാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള നിന്നു. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് പെട്ടെന്ന് ഇവർ ആദിലയും ഈ പറയുന്ന ജിസയിലും എന്നോടൊന്ന് പറയുന്നു, ഞാനിത് ഷാനവാസിക്കുമായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ 2 തവണ ഷാനവാസിക്ക് അടുത്ത് ഞാൻ പോയിട്ട് മനസ്സിലൊന്നും വെച്ചേക്കെന്ന് പറഞ്ഞിട്ടും എന്നെ അപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല. അന്ന് നൈറ്റ് നിവിൻ്റെയും അക്ബറിൻ്റെയും എന്തോ ഒരു വിഷയം സംസാരം നടക്കുന്നു. ആ വിഷയത്തിലേക്ക്
ഞാൻ അവിടെ എന്തോ ഒരു സംസാരം നടക്കുന്നു. അപ്പോൾ അക്ബർ അവിടെ ഉണ്ട്, എന്താണ് സംഭവം എന്ന് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ വിഷയത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് എന്താണ് കാര്യം എന്താണെന്ന് ഞാൻ അക്ബറിനോട് ചോദിച്ചതാ. ഷാനവാസ്ക്ക് പെട്ടെന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് അനുമോള് പടച്ചു വിട്ട ഒരു അമ്പാണത്. അനുമോള് ഒരാവശ്യമില്ലാതെ പടച്ചു വിട്ട ഒരു അമ്പിനെയാണ് ഷാനവാസ് പിടിച്ചെടുത്തിട്ട് ഷാനവാസ് അത് വെച്ചിട്ട് എന്നെ ആ സമയത്ത് അത് പറയും. അവിടെ ഒരു കാര്യം പറയുന്നു, ഇങ്ങനെ ഞാൻ മറ്റേത് എടുത്തിടും, മറ്റേത് ഞാൻ പറയും. അതെ അതെ, അത് പുള്ളി പറയുന്നുമില്ല, പറയുകയാണെങ്കിൽ ഓക്കെ. അതെ, അപ്പൊ ഞാൻ ചോദിക്കണേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറ. നിങ്ങൾ പറ. എന്നെ കുറിച്ച് ഒരു ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെനിക്ക് കേൾക്കണം, എന്നിട്ട് വേണം എനിക്കത് ക്ലാരിറ്റി വരും. ആക്ച്വലി പുള്ളി അത് പറയണ്ടായിരുന്നു, എന്നാലല്ലേ നമ്മുടെ ഒരു ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയണേ, അനാവശ്യം പറയരുത്, അനാവശ്യ വർത്തനങ്ങൾ പറയരുത്. നമ്മൾ തമ്മിലുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് അവസാനിക്കും. അല്ലടാ നീ എന്നെ വന്ന അന്ന് മുതൽ എനിക്കെതിരെ പുള്ളി അങ്ങനെയൊക്കെ ചിന്തിക്കുക, മനസ്സിലായോ? അപ്പം ഞാൻ പിന്നെ അവസാനം ഞാൻ സഖയായിട്ട് ഞാൻ പറഞ്ഞു താൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കും, നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരിച്ചപ്പുറം പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഉണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിക്റ്റായി ഇറങ്ങിയതിൻ്റെ അന്നത്തെ എപ്പിസോഡിൽ നൈറ്റ് പിറ്റേ ദിവസം എന്തോ എപ്പിസോഡിൽ അതിന് മുമ്പ് എവിക്റ്റാന് മുമ്പാണോ എവിക്റ്റാന് ശേഷമാണോ എനിക്കറിയില്ല, ഒരു എപ്പിസോഡിൽ ഷാനവാസ്ക്ക് എന്നെ അക്ബറിനോട് പറയുന്നുണ്ട്, എടാ അപ്പാനി വെറും പാവമാണ്, ഞാൻ വെറുതെ അവനിട്ട് ഇളക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ ശുദ്ധനാണ്. എന്നെ കുറേ ആൾക്കാർ നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ കുറേ ആൾക്കാർ പലതും പറഞ്ഞു നടന്നിട്ടുണ്ട്. അപ്പം അക്ബറും പറഞ്ഞു അത് നിങ്ങൾക്ക് അപ്പാനി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവൻ ഈ കിടന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അവൻ മനസ്സിലൊന്നും വെച്ചിട്ടുള്ള സംസാരിക്കണമല്ല, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്, ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് അവിടെ. അത് എപ്പിസോഡിലും ഉണ്ട്, ലൈവിലും ഉണ്ട് ആ സംഭവം. അപ്പം ഇങ്ങനെ എടുത്തിടുമെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാട്ടോ. തമ്മിൽ എടുത്തിടുമെന്ന് പറഞ്ഞ ടൈമിൽ വേണമെങ്കിൽ തിരിച്ച് അതെന്താണ് എടുത്തിട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഷാനവാസൊക്കെ അങ്ങനെ പോരുത്, ഇത് പറയൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാമായിട്ട് എങ്ങനെയെങ്കിലും പ്രോബ്ലം തീർക്കാൻ ഞാൻ എന്താ വിചാരിച്ചാൽ ഒന്നാമത്തെ കാര്യം ഓൾറെഡി അവിടെ നിവിനും ഇവൻ്റെ ഒരു വലിയൊരു വേറൊരു വിഷയം അവിടെ സംസാരം നടക്കുന്നുണ്ട്, നിവിൻ്റെയും അക്ബറിൻ്റെയും. അപ്പം ഇതിനിടയിൽ ഞാൻ ഇവിടെ പിന്നെ ഞാൻ ഒട്ടും അന്നത്തെ ആ സമയത്ത് ഒരു വഴക്കുണ്ടാക്കൽ പരിപാടിയിലേക്ക് എനിക്ക് പോകാനും താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒട്ടും താല്പര്യമില്ല, ആ മൂഡിലല്ലായിരുന്നു. ഒരു പക്ഷെ അതൊരു നേരം വെളുത്ത് രാവിലെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊന്ന് പരമാവധി ശ്രമിച്ചതെന്ന് വെച്ചാൽ ശരി ഷാനവാസ്ക്ക് എന്തോ ഉള്ളിലൊരു വിഷം പോയിട്ടുണ്ട്, അതിനെടുത്ത് കളയുക, അത് കാലം തെളിയിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഞാനിവിടെ ഉള്ള ദിവസത്തിൽ എപ്പോഴെങ്കിലും അതൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇക്കയ്ക്ക് എന്നുള്ളതും എനിക്കറിയായിരുന്നു. അത് ഞാനായിട്ട് ഉണ്ടായി കൊടുത്തില്ലെങ്കിൽ കൂടി പുള്ളി അത് അറിയും, അതിൻ്റെ യഥാർത്ഥത്തിൽ റിയാലിറ്റി ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഒരുപാട് തന്നെ ചർച്ചയ്ക്ക് പോകാത്തത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിനുശേഷം നല്ല ഓർമ്മകളുണ്ട് ഷാനവാസിക്കായിട്ട്. ഞങ്ങൾ ഈ അക്ബറും ഷാനവാസിക്കായിട്ടുള്ള വിഷയം അവസാനിപ്പിക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ആയിരുന്നു. കാര്യം ഞാനും ഷാനവാസിക്ക് അക്ബറും ഷാനവാസിക്കും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ എനിക്ക് രണ്ട് പക്ഷത്ത് നിൽക്കുകയും വേണം, എനിക്ക് അക്ബറിനെയും ഈ പ്രശ്നത്തിൽ നിന്ന് സോൾവ് ആക്കുകയും വേണം. ഈ ഷാനവാസിക്ക് അപ്പോൾ നോർമലി എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, പുള്ളിക്കാരൻ എന്നാൽ ഈ പുള്ളിയെടുത്ത് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമുണ്ട്, ഒടുക്കത്തെ ബഹുമാനമാണ് പുള്ളി എനിക്ക്. ഇതൊക്കെയാണ് അവിടെ ഒരു പ്രശ്നം ശരിക്കും പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യം ഞാൻ പറയാം. ചില ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം, എൻ്റെ കൂടെ മത്സരിച്ച്, കാരണം ആ ഇഷ്ടമാണ് പിന്നെ അതൊരു വലിയൊരു തരത്തിലൊരു ഭയങ്കര പ്രശ്നവും വൈരാഗ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ മാറുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അക്ബർ അങ്ങനെ പറഞ്ഞല്ലേ, നീ എന്നെ അങ്ങനെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ അപ്പ നീ എന്നെ അങ്ങനെ പറഞ്ഞല്ലേ, നിന്റെ ഭാഗത്തുനിന്ന് അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും, കാരണം ഇഷ്ടമില്ലാത്തവർ പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യാറില്ല. അതെ സത്യം എന്തേലും പറയട്ടെ, എന്തേലും പറഞ്ഞു പോട്ടെ അല്ലേ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. ഇതിൽ പോകാൻ നേരത്തെ ആരെങ്കിലും ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഒരുപാടില്ലെങ്കിലും ഒരു 100 പേരിൽ ചിലപ്പോൾ 5 പേര് പറഞ്ഞിട്ടുണ്ടാവും ആയിരിക്കാം. ഞാനിതിന് പോവാന്ന് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല, എന്നാലും വളരെ ക്ലോസ് ആയിട്ട് വേറെ ഇൻഡസ്ട്രിയിൽ ആരുടെ അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ആരും ചോദിച്ചൊന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്ത 1-2 ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഓക്കെ എന്ന് തന്നെയായിരുന്നു. എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരെയും തീരുമാനങ്ങൾക്ക് ഞാൻ അങ്ങനെ നിന്നു കൊടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ വൈഫും ഞാനും കൊണ്ടിരുന്ന തീരുമാനം എടുത്തു, ഇങ്ങനൊരു ഷോയിലേക്ക് പോവാണ്. ഓക്കെ ഡൺ. അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞു, അവർക്കും ഇഷ്ടമാണ്, പോയിട്ട് മക്കളെ എന്ന് പറഞ്ഞു.
എൻ്റെ അടുത്ത ഒരു സിനിമ ചെയ്യാനിരിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാണ്, പോയിട്ട് വരുമ്പം എന്നെ വെച്ച് എന്നെ ചെയ്യണം, മാറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. സന്തോഷമായിട്ട് വന്നു, ഹാപ്പി ആയിട്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ എണ്ണം കുറഞ്ഞു വരുവാണല്ലോ ഒരാഴ്ച. ഇപ്പം വളരെ കുറച്ച് പേരേ ഉള്ളൂ, 6-7 പേരോ കാണുമായിരിക്കും. അതിൽ ഒരു ടോപ്പ് 3 ഇപ്പം മൈൻഡ് എല്ലാവരും ചോദിക്കുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾക്കിടെ ഞാൻ ചോദിക്കുകയാണ്, ഒരു 3 പേരെ പറയാൻ പറ്റുമെങ്കിൽ ആരെയൊക്കെ ആയിരിക്കാം ഒരു 3 കോൺടെസ്റ്റൻസ് പറയുകയാണെങ്കിൽ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളവരാവാം, അല്ലെങ്കിൽ ഗെയിം നന്നായിട്ട് കളിക്കുന്നവരാവാം. എങ്ങനെ എടുക്കാം അതിനെ? ഞാൻ ഞാനിപ്പം ഇവിടെ നിൽക്കുന്നവരിൽ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. 2 പേരെ പറഞ്ഞാൽ? 2 പേര് പറയുമ്പം 3 പേര് വേണ്ട, 2 പേരാണെങ്കിൽ. ടാസ്കുകളിൽ അങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് വിട്ടേക്ക്. ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് ഇപ്പം ഞാൻ അക്ബർ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അക്ബർ നല്ല തുടക്കം മുതൽ എനിക്ക് അക്ബറിൻ്റെ ഗെയിമുകളെ കുറിച്ചും എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ശരി, അക്ബർ നന്നായിട്ട് ഗെയിം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ അനീഷ് നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും പുള്ളിയുടെ തന്ത്രം ആവാം. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഉണ്ട്. പിന്നെ ആര്യൻ നല്ല ഗെയിമറാണ്, ഗെയിമറാണ്. അപ്പം ഇവരൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷാനവാസിക്ക എനിക്കറിയില്ല. ഷാനവാസിക്ക ഇപ്പം ഈ കഴിഞ്ഞ 2-3 ആഴ്ചയുള്ള എപ്പിസോഡ് ഇത് കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഷാനവാസിക്ക. മുമ്പത്തെ പോലെയല്ല, കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അവസാനത്തെ ആ ഹോട്ടൽ ടാസ്ക് പുള്ളി അതിമനോഹരമായ രീതിയിൽ കളിച്ചത് കൊണ്ടും അത് ഫ്ലോപ്പാക്കി കൈ കൊടുത്തുകൊണ്ട് ഷാനവാസിക്കയുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് ഗെയിം മൊത്തം. പക്ഷെ ഇക്കെ വരട്ടെ, എല്ലാവരും വരട്ടെ. ലക്ഷ്മിയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എനിക്കിത്, എങ്ങനെ വരൂല്ലെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയുണ്ട്? ഞങ്ങൾ തമ്മിൽ വലിയ ബോണ്ടിങ് ഇല്ല. എന്ത് ബോണ്ടിങ്? പിന്നെ ആരാണ് എന്താണ് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടെ പറയുകയാണെങ്കിൽ? അനുമോൾ വരട്ടെ. അനുമോൾ ഇത്ര ദിവസമൊക്കെ പിടിച്ച് നിന്നല്ലേ. നിങ്ങൾ നല്ല കോംബോ ആയിരുന്നു അല്ലേ? വഴക്കുണ്ടായാലും മറ്റേ ബ്രദർ സിസ്റ്റർ പോലെ. അതെ അനുമോൾ വരട്ടെ, പിന്നെ അനീഷ് വരട്ടെ, അക്ബർ വരട്ടെ, ആര്യൻ വരട്ടെ, ഷാനവാസിക്ക് വരട്ടെ, ആരാന്ന് വെച്ചാൽ 3 പേര് വരട്ടെ. എനിക്ക് ഇവരെല്ലാവരിടത്തും ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കങ്ങനെ ഓരോ പേരിലെടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഇവരൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിനാലേക്ക് ചെല്ലുന്നു, ഒരു അവസരം കിട്ടുകയാണ്. ഇപ്പോൾ ഉള്ള കോൺടെസ്റ്റൻസിൽ ഒരാളുടെ അടുക്ക് പോയി പറഞ്ഞു കൊടുക്കാം ഒരു കാര്യം. അതായത് ഇങ്ങനെ അല്ലെ ഈ കളിയിൽ ഇന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഇത് നോക്കൂ, വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ, എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോയി പറയും? അക്ബർ അല്ലാതെ അക്ബർ അല്ലാതെ എന്നുള്ളതല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പോയിട്ട് ഈ കൂട്ടത്തിലുള്ള ആരുടെത്തെങ്കിലും ഇത് ഞാനെന്നല്ല വേറെ ഏതൊരു വ്യക്തി പോയി പറഞ്ഞാലും വിശ്വസിക്കില്ല. അതാണ് സത്യം. ഇപ്പം നിൽക്കുന്ന അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അവർ വിശ്വസിക്കില്ല. അവർ ഭയങ്കര ടൈറ്റ് നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം ഞാനിപ്പം പോയിട്ട് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ഇവൻ എന്നെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ? കാര്യം ഇത്രയും ദിവസം ആയില്ലേ. അല്ല, പിന്നെ ഫിനാലിലേക്ക് വരുമ്പോൾ ഒരു ഗെയിമറായിട്ടായിരിക്കില്ലല്ലോ നിങ്ങൾ ചെല്ലുന്നത്. അല്ല, എന്നാൽ കൂടി നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമല്ലോ, പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പിന്നെ ഇത്രയും ദിവസമായിട്ട് അവർ നമ്മളെക്കാട്ടി നമ്പർ ഓഫ് ഡേയ്സിൽ അവർ നിന്നവരാണ്. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ഗെയിം കളിക്കണം, എങ്ങനെ നിൽക്കണം എന്ന് അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും. ഒരു ജെനുവിൻ ടിപ്പ് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കൊരു ജെനുവിൻ ടിപ്പ് തരുവാണെന്ന് പറഞ്ഞ് ഒരു ടിപ്പ് കൊടുക്കണമെങ്കിൽ ആർക്കെന്ത് കൊടുക്കും? അനീഷിനാണെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ടിപ്പ്? അല്ലെങ്കിൽ അനീഷിൻ്റെ ഏതെങ്കിലും ടിപ്പ് ഉണ്ട്, അത് എന്ത് പറഞ്ഞാലും അത് അവിടെ വർക്കൗട്ട് ആവില്ല, എടുക്കൂല. പിന്നെ അനുമോള് ഒരു കാര്യമില്ല പറഞ്ഞിട്ട് അനുമോളത് എടുക്കൂല. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഷാനവാസിക്ക നേരത്തെ പറഞ്ഞല്ല, ഷാനവാസിക്കയും അത് എടുക്കും തോന്നില്ല, ഞാൻ പറയുന്നത് എടുക്കും തോന്നില്ല. ആര്യൻ, അക്ബർ, ഈ 2 വ്യക്തികൾ ഞാൻ വേണമെങ്കിൽ അക്ബറിൻ്റെ അടുത്ത് വേണമെങ്കിൽ എനിക്ക് പറയാം, അളിയാക്കത് ഇപ്പം കറക്റ്റ് റൂട്ടാണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിക്കോ, കുറച്ചും കൂടെ ഒന്ന് ഇളകി നിന്ന് ചെയ്തോ, പരിപാടികൾ ചെയ്തോ. ഫസ്റ്റ് 2ാമത്തെ 3rd എപ്പിസോഡിലൊക്കെ നിന്നൊരു അക്ബർ ഉണ്ടായിരുന്നു, ഭയങ്കര എനർജി ആയിട്ടൊക്കെ നിന്ന് കുറച്ചൊരു ഡൗൺ ആയി, ഒരു എനർജി ഫാമിലി ചെന്നപ്പോഴും കുറച്ച് എനർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രോങ് നിൽക്കണം എന്ന് ഞാൻ അവനോട് പറയും. ഒരു ഫയർ എവിടെയോ ഒരു കൂൾ മൈൻഡ് ഉണ്ട് ഇപ്പോൾ, അതൊന്ന് മാറി കുറച്ചും കൂടെ ഫയറായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയും. ആര്യൻ പൊളി, ആര്യൻ ഇങ്ങനെ അങ്ങ് പോട്ടെ, ആര്യൻ ഇങ്ങനെ നിൽക്കണം, ആര്യൻ ഇതിൽ നിന്നൊരു മാറ്റം വന്നാൽ ആര്യൻ ഡ്രാമ കളിക്കണം എന്ന് ചോദിക്കും. ആര്യൻ ഇടയ്ക്കൊരു ഇങ്ങനെ വന്നിട്ട് പിന്നെ കയറി അല്ലേ ആ ഒരു ഇത് അല്ലേ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക്
ഇങ്ങനെ ഒരു ടാസ്ക് നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഓരോ ടാസ്കുകൾ കാണും. ഇപ്പോൾ ചിലർക്ക് കുറച്ച് എൻഡ്യൂറോ ടാസ്കുകളായിരിക്കും, ചിലർക്ക് ഇപ്പോൾ കലാ രീതിയായിട്ടുള്ള ടാസ്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെ വേറെ രീതി ചോദിക്കാം. എനിക്ക് അയ്യോ അത് പറഞ്ഞു ഞാൻ മിസ്സായി പോയല്ലേ. ഞാൻ ആ വേഷം കണ്ടത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഹോട്ടൽ ടാസ്ക്, അതാ പിന്നെ അതുപോലെ ആ പല ക്യാരക്ടറായിട്ട് മാറിയതൊരു ടാസ്ക്, സർക്കസ്. നമുക്കതൊക്കെ ഫിസിക്കൽ തിയേറ്ററാണ്, അതൊക്കെ ചിൽഡ്രൻസ് തിയേറ്ററാണ്. അതൊക്കെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ആ സർക്കസിന്റെ ടാസ്ക്, ഹോട്ടൽ ഇതൊക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് മിസ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഒരു ക്യാരക്ടറായിട്ടൊക്കെ മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവൻ ചെയ്തില്ലേ, നമ്മുടെ ആര്യൻ മായാമോഹന് ചെയ്തില്ലേ, നീല, ഇതൊക്കെ എനിക്ക് അത് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വിളിച്ചോ? ഇല്ല, ഞാൻ എന്നിട്ട് അവരെ സുഹൃത്തുക്കളുണ്ടല്ലോ വിളിച്ച, അയ്യോ എനിക്ക് ആ ടാസ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ തമാശ. ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ പ്ലാൻ ചെയ്തതാണ്, അങ്ങനെ എന്തെങ്കിലും ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മീശയും താടിയും വരെ ഷേവ് ചെയ്യും, എന്നിട്ട് ഞാനൊരു അങ്ങനെ ക്യാരക്ടറായിട്ട് മാറി പെർഫോം ചെയ്യണം. എനിക്ക് തോന്നുന്നു മണിക്കുട്ടൻ അതിന് മുമ്പ് ഇങ്ങനത്തെ സംഭവം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയത് ആ സമയത്ത്. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മിസ്സായി. അവിടെ എനിക്ക് പൊളിക്കാൻ പറ്റും. ഈ അപ്പാനി രവി എന്ന് പറയുന്ന താടിയും മീശയൊക്കെ കളഞ്ഞിട്ട് ഒരു ഫണ്ണായിട്ടുള്ള കഥാപാത്രമായിട്ടൊക്കെ മാറി എനിക്ക് ഇളവി ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ. അതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ആ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. തോന്നിയത് ആ ടൈമിൽ അല്ലേ? അതെ അതെ. ഞാൻ എന്നിട്ട് ഇറങ്ങിയ കണ്ടസ്റ്റൻസുകൾ വിളിച്ചെടുത്തൊക്കെ ഞാൻ പറയുകയും ചെയ്തു, അടിപൊളി ടാസ്ക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഫാക്ടറി ടാസ്ക് ഒക്കെ അടിപൊളി ടാസ്ക്കാണ്, കോമഡി ആക്കായിരുന്നു പല ഏരിയയിലും. നമ്മളെപ്പോഴും ഞാനും അക്ബർബും ഒരുമിച്ചുള്ള സമയത്ത് മിക്ക ടാസ്കുകളിലും വൺ കോമഡിയാണ്. നിങ്ങൾ ആ മറ്റേ കൊടി കുത്തുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ചെളിയിൽ, അത് ഫൈറ്റാണ്, ഭീകര ഫൈറ്റ് ടാസ്ക്കാണ്. അപ്പം അക്ബർ ഓപ്പോസിറ്റ് ടീമാണ്. അപ്പം അവനറിയാം എനിക്ക് ഇക്കിളിയാക്കി, എന്നെ ഇക്കിളിയാക്കി ഇടയ്ക്ക് വന്നു. ഞാൻ ഇവിടെ നല്ല ഉറക്കുമ്പോൾ ഇവിടെ ഇക്കിളിയാക്കിയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ഓടും. അപ്പം ഇവനിത് അറിയാം. സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മൽപ്പിടുത്തമാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവൻ എവിടെ കൊണ്ടൊന്നും എന്നെ ഇക്കിളിയാക്കും. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ അതിൽ നിന്ന് മാറും, എന്നിട്ട് ഞാൻ ഇവനെ പുറകെ നടന്ന് ഓടിയും. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് നമ്മൾ അയ്യോ ചിരിക്കും ഞങ്ങൾ. പിന്നെ പല തർക്കങ്ങൾ വരുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം തർക്കിച്ചാലും പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ചിരിക്കും. അവൻ പറയുകയും ചെയ്തല്ലോ, ഫാക്ടറി ടാസ്കിൽ അപ്പാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ചിരിക്കായിരുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഈ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി തിരിച്ചു കയറുമ്പോൾ സംഭവിക്കട്ടെ. അയ്യോ അതിന് കിട്ടൂല, ടാസ്ക് കഴിഞ്ഞില്ല അവിടെ. അല്ല, മിസ് ചെയ്ത ആ ഒരു സന്തോഷങ്ങളെല്ലാം എല്ലാം തിരിച്ചു കിട്ടട്ടെ. അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു രാത്രി കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് ഞാൻ വിശ്വസിച്ചായിരുന്നു. പിന്നെ ആൾക്കാർ വെബ് സീരീസ് ആണെങ്കിലും പലരും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അതും ഓട്ടോ ശങ്കർ അതും കാണുക. പിന്നെ അടുത്ത് വരാൻ പോകുന്ന ഇനിയുള്ള തമിഴ് പരിപാടി നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്ന ഈ അനന്തൻ കാടാണ്. അതാണ് എനിക്ക് അടുത്ത് ഇറങ്ങാനിരിക്കുന്ന സിനിമ. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്ന തമിഴ് പടമാണ്. ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ്ങും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അനന്തൻകാടിൻ്റെ പ്രൊമോഷൻ്റെ ടൈമിൽ നമുക്ക് കാണാം. അതെന്തായാലും ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ കാണാൻ പറ്റില്ല. അത് നിങ്ങൾ പറഞ്ഞത് വലിയ സന്തോഷം. അല്ല, തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോഷനായിട്ട് തന്നെ ഓരോ വർഷവും നമ്മൾ ഇന്റർവ്യൂ അങ്കമാലി തൊട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും അതെ അതെ നമ്മൾ FM ആയിരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുമായിരുന്നു, ഫോണിലാണെങ്കിലും വിളിച്ചെടുക്കുമായിരുന്നു. പടം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. അത് മതി, 2 സൈഡിലും. അതെ അതെ അതെ. അപ്പോൾ സോ ഹാപ്പി, അടിപൊളിയാവട്ടെ. താങ്ക് യു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. സന്തോഷം, ഇങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റി. കൂട്ടുകാരെ പോലെ സംസാരിക്കാൻ പറ്റും. കൂട്ടുകാരെ പോലെയല്ല, കൂട്ടുകാരാണ്. അല്ല, ഇതിനകത്ത് വരുമ്പോഴും. ഓക്കെ, ശരി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.